ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVSലെ യെസ്റ്റർ ഇയേഴ്സ് ആൻഡ് നൗ എന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. യെസ്റ്റർ ഇയേഴ്സ് ആൻഡ് നൗ എന്നുള്ള ചാപ്റ്ററിലെ, അതായത് EVSലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. ലോങ് എഗോ പീപ്പിൾ യൂസ്ഡ് ഡാഷ് ഫോർ റൈറ്റിംഗ് ഓൺ. പേപ്പർ ആണോ, പാം ലീവ്സ് ആണോ, കമ്പ്യൂട്ടർ ആണോ? പാം ലീവ്സ് ആണ് ആൻസർ. Second question, in the past, letters were sent through dash. A. Email, B. Post, C. Mobile phone. Option B. Post ആണ് correct answer. Question 3, which means of transport is used now but not in the past? A. Bullock cart, B. Bicycle and C. Bus. Answer C ആണ്, bus ആണ് answer. Fourth question നോക്കാം. We get news quickly today through dash. A. Newspapers ആണോ, B. Radio and television ആണോ, C. Mobile phone ആണോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് മീഡിയത്തിൽ കൂടിയാണ് ഏറ്റവും പെട്ടെന്ന്, അതായത് നമ്മുടെ വിരൽ തുമ്പിൽ ഒരു ക്ലിക്കിൽ നമുക്ക് വാർത്തകൾ, ന്യൂസൊക്കെ അറിയാൻ സാധിക്കും. അത് ഏത് മീഡിയത്തിൽ കൂടിയാണെന്നാണ്. മൊബൈൽ ഫോണാണ് ആൻസർ. ഓപ്ഷൻ സി, മൊബൈൽ ഫോൺ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എ ടൂൾ യൂസ്ഡ് ഇൻ ദി പാസ്റ്റ് ടു ഗ്രൈൻഡ് ഗ്രെയിൻസ് ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. പണ്ട് കാലത്ത് ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടി, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ മിക്സി, ബി ഗ്രൈൻഡിങ് സ്റ്റോൺ, അതായത് ആട്ടുകൽ. ഓപ്ഷൻ സി മിക്സർ ഗ്രൈൻഡർ. ഏതാണ് ആൻസർ? പണ്ട് കാലത്തെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഗ്രൈൻഡിങ് സ്റ്റോൺ, ആട്ടുകല്ലാണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതിലും 5 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോങ് എഗോ പീപ്പിൾ ട്രാവൽഡ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് കാർഡ്സ്. എന്തൊക്കെയാണ് മക്കളെ വരുന്നത്? പണ്ട് കാലത്ത് ആളുകൾ സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ എന്തൊക്കെ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? ഏതൊക്കെ വാഹനങ്ങളാണ്? ബുള്ളോക്ക് ആൻഡ് ഹോഴ്സ് കാർഡ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വി റീഡ് ന്യൂസ് ക്വിക്ക്ലി ടുഡേ ഇൻ ഡാഷ്. എന്താണ്? ന്യൂസ് പേപ്പേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, പീപ്പിൾ ഏർലിയർ യൂസ്ഡ് ഡാഷ് ടു സ്റ്റോർ വാട്ടർ. എന്തെഴുതാം നമുക്ക്? പണ്ട് കാലത്തെ ആളുകൾ എന്തിലായിരുന്നു ജലം ശേഖരിച്ച് വെച്ചിരുന്നത്? അവർക്ക് കുടിക്കാനുള്ള ജലമൊക്കെ എന്തിലായിരുന്നു അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്? എർത്തേൺ പോട്ട്സ് ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വി ക്യാൻ ടോക്ക് ടു അവർ ഫ്രണ്ട്സ് ഫാർ എവേ യൂസിങ് എ ഡാഷ് നൗ. മൊബൈൽ ഫോണാണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദി ട്രഡീഷണൽ ഓയിൽ ലാമ്പ് യൂസ്ഡ് ഇൻ ഓൾഡൻ ഡേയ്സ് ഈസ് കോൾഡ് എ ഡാഷ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഓയിൽ ലാമ്പ് ഉണ്ട്, അതിന് പറയുന്ന പേരെന്ത്? എന്താണ്? ലാൻറ്റേൺ ആണ്, റാന്തൽ. നെക്സ്റ്റ് ആക്ടിവിറ്റി സി, മാച്ച് ദി ഫോളോവിങ് ആണ് മക്കളെ. ഇവിടെ 2 കോളംസ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു. കോളം എയും കോളം ബിയും. എന്ത് മനസ്സിലായി കണ്ടിട്ട്? കോളം എയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? യെസ്റ്റർ ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോമർ ഇയേഴ്സിൽ, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫെസിലിറ്റീസിൻ്റെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണോ, അതായത് കോളം ബിയിൽ നൗ ആണ്. ഇന്നത്തെ കാലത്ത് അതിന് പകരമായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ആ ഒരു ഫെസിലിറ്റിയാണ് മാച്ച് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഒന്നാമതായിട്ട് പാം ലീഫ് ആയിരുന്നു തന്നിട്ടുള്ളത്. പാം ലീഫിന് പകരം ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത്? പേപ്പർ ഓർ നോട്ട്ബുക്ക്. സെക്കൻഡ് വൺ പോസ്റ്റ്മാൻ ആയിരുന്നു. ഇപ്പോൾ അതിന് പകരം പോസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഇമെയിൽ, ആ ഒരു ഫെസിലിറ്റിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓക്കെ. തേർഡ് വൺ ബുള്ളോക്ക് കാർട്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ? ബസ്, കാർ ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ. ഫോർത്ത് വൺ ലാൻറ്റേൺ ആണ്. ലാൻറ്റേണിന് പകരം ഇപ്പോൾ എന്തായി മാറി? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബൾബ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ബൾബ് ഉപയോഗിക്കുന്നു. ലാസ്റ്റ് വൺ വെൽ ആണ് തന്നിട്ടുള്ളത്. എന്താണ്? കിണർ. ഇപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കൂടുതലായിട്ടും ടാപ്പ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡി, ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദി പാസ്റ്റ്. മുൻകാലങ്ങളിൽ, മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? കത്തുകൾ അയക്കുകയായിരുന്നു അല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാം.
People communicated in the past by sending letters through postmen. Second question, write two differences between life in the past and life now. ഇന്നത്തെ ജീവിതവും മുൻപത്തെ ജീവിതവും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾക്ക് ഒരുപാട് ഡിഫറൻസസ് അറിയാം. അതിലേറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്ന രണ്ടെണ്ണം എഴുതുക. In the past, people traveled by bullock carts, but now we travel by buses and cars. Next one വേറൊരെണ്ണം കൂടി എഴുതണം. In the past, letters were sent by post, but now we send emails and messages quickly by mobile phones. Third question, what is one advantages of using a computer today? ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേട്ടം എന്താണെന്നുള്ളത് എഴുതുക. One advantage is that we can get information and learn many things quickly. ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇത് എഴുതാം. Fourth question, why is it important to know about life in the past? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മക്കളെ. കഴിഞ്ഞു പോയ കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഹെൽപ്സ് us to understand how people lived earlier and to value the changes and progress made today.